ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളിന്ന് വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് ആയപ്പോഴത്തേനും ഇന്ന് ഇഫ്താറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്താണ്. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈരാറ്റുപേട്ട അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു ഇഫ്താർ മീറ്റ് അതാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു പരിപാടി നടക്കുന്നത് ഷാർജയിൽ ഒരു മാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മളും റെഡിയാക്കി പോവുകയാണ്. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു കുറച്ച് മുന്നേ ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർസാനിൽ നിന്ന് ആദ്യം കിസൈസിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിസൈസിൽ പോയിട്ട് കുറച്ച് നേരം കസിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് അവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് ഷാർജയിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർസാൻ നമ്മുടെ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ കിസൈസിൽ നിന്ന് നമ്മുടെ ആ ഒരു ഇഫ്താർ ആ ഒരു സ്പോട്ടിലേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ്സിൻ്റെ അടുത്തേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയതിന് ശേഷം എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ട അസോസിയേഷൻ്റെ ഇഫ്താർ മീറ്റാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കിസൈസ് എത്തിയിട്ടുണ്ട്. വർസാനിൽ നിന്ന് കിസൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കിസൈസിൽ നിന്ന് നമുക്ക് ഷാർജയിലേക്ക് പോകണം. അപ്പോൾ വളരെ ഇന്ന് ഈരാറ്റുപേട്ടക്കാരുടെ ഒരു അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നവരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കസിൻസിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് അവസരം കൂടിയാണിത്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഇഫ്താർ ഡിഷസും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയം, അതായത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്കിതാ ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ തരിക്കഞ്ഞിയും പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ സ്നാക്സ്, മിനറൽ വാട്ടർ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ സ്നാക്കായിട്ട് ഇഫ്താർ സ്പെഷ്യൽ ഇന്ന് സ്നാക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയും അതുപോലെ തന്നെ ഒണിയൻ പക്കോടയും ഉന്നക്കായും ആയിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ഗ്രേപ്സ്, മുസമ്പി, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിള്, പിന്നെ നമ്മുടെ ഡേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് ബാങ്ക് വിളിക്കുന്ന സമയമായപ്പോഴത്തേനും നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചു. ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാം ഡേറ്റ്സും വാട്ടറൊക്കെ വെച്ചിട്ട് നോമ്പ് തുറന്നു. അതിനുശേഷം ബാക്കി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു. അപ്പോൾ പിന്നെ അതിവിശാലമായിട്ടുള്ള നമ്മുടെ പ്രയറിനുള്ള സ്പേസും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഞാനിതാ ഇന്ന് നോമ്പ് തുറക്കാൻ ഇനി മെയിൻ കോഴ്സായിട്ട് മെയിൻ ഫുഡ് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് മട്ടൻ സൂപ്പാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ മട്ടൻ സൂപ്പ്. പിന്നെ സാലഡ്സും അതുപോലെ തന്നെ കേർഡ്, പപ്പടം, പിക്കിള്, ഇതൊക്കെ നമ്മുടെ ഗീ റൈസിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷസാണ് ഈ ഒരു നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു. നമ്മുടെ ഒരു യെല്ലോ കളർ ലെമൺ പിക്കിള്, പിന്നെ നമ്മുടെ കേർഡ്, അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, പപ്പടം, ആ വക ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്കിന്ന് ബുഫേ ആയിട്ടാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് നമ്മുടെ പൊറോട്ടയാണ്, കേരള പൊറോട്ടയാണ്. നല്ല അടിച്ച നല്ല ചൂട് നല്ല അടിപൊളി പൊറോട്ട. പിന്നെ ഇതെന്ന് പറയുന്നത് നൈസ് പത്തിരി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഫുഡെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മലായി ചിക്കനോ അങ്ങനെ വേറെ ചിക്കൻ്റെ വേറെ ഒരു വേർഷനായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മട്ടൻ ബിരിയാണി. അങ്ങനെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല, പറ്റുന്നത് പോലെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കാൻ നോക്കി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പത്തലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഞ്ഞിപ്പത്തലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബീഫ് കറി, പിന്നെ ഉണ്ടായിരുന്നത് ചിക്കൻ കറി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്ന് തന്നെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇവിടെ കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗുലാബ് ജാമ്, പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളുമൊക്കെ ഇവിടെ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു.
ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് ഗുലാബ് ജാമും കട്ട് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ കഴിച്ചത്. ഇതാ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കുഞ്ഞിപ്പത്തലും അങ്ങനെ വളരെ കുറച്ച് എന്തൊക്കെയോ എടുത്ത് കഴിച്ചു. എല്ലാം നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും ഒരു ഗുലാബ് ജാമും ഒരു സ്കൂപ്പ് പിസ്ത ഫ്ലേവേർഡ് ഐസ്ക്രീമും അതും കഴിച്ചു. പിന്നെ അതാ ഒരു ബൗള് മട്ടൻ സൂപ്പും ഒക്കെ കഴിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ റംസാൻ ഇഫ്താർ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.